നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ അനൂപ് മോഹനൻ. അരമണിക്കൂർ ഇരുട്ടിലോ. സംസ്ഥാനത്ത് രാത്രി സമയം അരമണിക്കൂർ ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം. KEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അന്തിമ തീരുമാനം നാളെയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KEB ഉന്നതതല യോഗം തീരുമാനമെടുത്തത്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ദിവസവും വിലയിരുത്തണം. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ 12 വരെ പൂർണ്ണമായി ഒഴിവാക്കണം. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഇപ്പോഴും നേരത്തെ ലോഡ് ഷെഡിംഗ് ഇല്ല, ഒരു നിയന്ത്രണമേ ഉള്ളൂ. അതും ഒഴിവാകുന്നതാണ് പ്രതീക്ഷ. ഒരു കാലത്തും ഉണ്ടാകാത്ത ഉഷ്ണതരംഗമല്ലേ ഉണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങളറിയില്ലേ? അതുണ്ടായതിന് എന്താ ചെയ്യാൻ പറ്റുക? നിയന്ത്രണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു എത്തിയത്. അതിനുശേഷമാണ് മഴ പെയ്തത്. അതുപോലെ 250 മെഗാവാട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നാളെ ഇവർ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്കും. ചൂട് അതികഠിനമായി തുടരുന്നതിനിടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനവുണ്ടായി. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നാണ് കണ്ടെത്തിയത്. വൈദ്യുതി വാങ്ങുന്നതിലേക്കായി 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KEB കണ്ടെത്തി. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 10 രൂപയിൽ താഴെ നിരക്കിൽ ഇവരിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാനാകുമോ എന്നതാണ് പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 150 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നും KEB പ്രതീക്ഷിക്കുന്നു. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് KEB. 24 തിരുവനന്തപുരം. കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ പെയ്തു. മഴയ്ക്കൊപ്പം ശക്തമായി ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. തൃശൂരിൽ കളിക്കുന്നതിനിടെ 4 കുട്ടികൾക്ക് ഇടിമിന്നലേറ്റു. നെയ്യാറ്റിൻകരയിലും കോതമംഗലത്തും കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. മറ്റന്നാൾ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം 12 ജില്ലകളിലാണ് നിലവിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് തുടരുന്നത്. ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിനും ചൂടിനും പരിഹാരമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ പെയ്തു. തിരുവനന്തപുരം നഗരത്തിലും കൊച്ചിയിലും പത്തനംതിട്ടയിലും മഴ ലഭിച്ചു. മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് ഒരു മരണം സംഭവിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പുത്തൻകാവ് പള്ളി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനെത്തിയ ആസിഫ് അഷ്റഫാണ് മരിച്ചത്. തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് 4 കുട്ടികൾക്ക് പൊള്ളലേറ്റു. നെയ്യാറ്റിൻകരയിൽ വീടിന് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ നശിച്ചു. കോതമംഗലം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയുടെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് പാളി അടർന്നു വീണു. കോന്നി താലൂക്ക് ആശുപത്രി റോഡിൽ മണ്ണൊലിപ്പുണ്ടായി നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കൊല്ലത്ത് മണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആലിപ്പഴം വീഴ്ചയുണ്ടായി. ആലിപ്പഴം വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. വ്യാഴാഴ്ച മുതൽ മെയ് 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രതിചക്രവാതത്തിന്റെ സ്വാധീനം ചൂട് കുറയ്ക്കും. അൾട്രാവയലറ്റ് സൂചിക കുറയുന്നത് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ 39.3 ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് 37.6 ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് 37.9 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്ന് രേഖപ്പെടുത്തിയ താപനില. കൊല്ലം പോരുവഴിയിൽ 10 വയസ്സുകാരന് സൂര്യതപമേറ്റു. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കുന്നതിനിടെ യുവാവിന് സൂര്യാതപമേറ്റു. പത്തനംതിട്ട കോന്നിയിൽ 64-കാരനും സൂര്യാതപമേറ്റിരുന്നു. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഹർത്താലിൽ വലഞ്ഞ് ജനം. BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പ്രതിഷേധം ഇരമ്പി. നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 12 മണിക്കൂർ ഹർത്താൽ. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തതോടെ ജനജീവിതം തടസ്സപ്പെട്ടു. ഹർത്താലിലെ അക്രമ സംഭവങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു.
പറ്റുമോ? കൊന്ന് തല്ലിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന് തല്ലിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? ആരാ വരുന്നതെന്ന് പറ. പോലീസ് പറയുന്നത് നിങ്ങളെ ആര് വിളിച്ചു? നിങ്ങൾക്ക് എന്തോ ഇവിടെ കാര്യമെന്ന്. ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നു തള്ളിയവൻ ആരോ അവനെ ഞങ്ങൾക്ക് കാണണം. അവനെ തുറുങ്കിലടക്കണം. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ RL നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പ്രതിഷേധമിരമ്പി. ജാതി അധിക്ഷേപം നേരിട്ട നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 12 മണിക്കൂർ ഹർത്താൽ. ഭരണപക്ഷവും പ്രതിപക്ഷവും കൈയ്യഴിയുന്നൊരു ജനതയായതുകൊണ്ടാണ് ഞങ്ങൾക്ക് നേരിട്ട് ഹർത്താൽ നടത്തേണ്ടി വരുന്നത്. ആക്ഷൻ കൗൺസിൽ വാഹനം തടയില്ലെന്നോ അല്ലെങ്കിൽ കടകൾ അടപ്പിക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായി സമരക്കാർ KSRTC ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞു. മിക്കയിടത്തും വാഹനങ്ങൾ പിന്നീട് കടത്തിവിട്ടു. ദീർഘദൂര യാത്രക്കാരും രോഗികളുമാണ് ഹർത്താലിൽ ഏറെ വലഞ്ഞത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ കണ്ടോ. പലയിടത്തും സമരക്കാർ കടകളും ബാങ്കുകളും അടപ്പിച്ചു. കുണ്ടറ മുളവനയിൽ ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിച്ചില്ല. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടഞ്ഞ് സമരാനുകൂലികൾ RT ഓഫീസിൽ പ്രതിഷേധിച്ചു. കിളിമാനൂർ രാജധാനി കോളേജിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ റോഡിൽ കുടുങ്ങി. ഹർത്താലിലെ അതിക്രമങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. 29 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും 100ഓളം പേരെ അറസ്റ്റ് ചെയ്തെന്നും സംസ്ഥാന പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. 17 ദിവസമായിട്ടും ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ പിടികൂടാത്തത് ചൂണ്ടിക്കാട്ടി പോലീസിനെതിരെ RL നിതിൻ രാജിന്റെ മാതാപിതാക്കൾ. മകന് നീതി ലഭിച്ചില്ലെന്ന് വൈകാരികമായി നിതിൻ രാജിന്റെ കുടുംബം പ്രതികരിച്ചു. അതേസമയം റാമിനെ തേടി അന്യസംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കേരള പോലീസ് വ്യാപക റെയ്ഡ് നടത്തുകയാണ്. അതേസമയം വ്യാപക തിരച്ചിലിനിടെ ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നിതിൻ രാജിന്റെ മരണശേഷം 17 ദിവസമായി ഡോക്ടർ MK റാം ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. എന്നാൽ റാമിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണവുമായി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തുണ്ട്. നീതി വേണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് കുടുംബം. അതെ, ഞങ്ങളുടെ വാദം ആരും കേൾക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ CCTV വിഷ്വൽസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ഫോണിൽ CCTV വിഷ്വൽസിൽ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഹാജരാക്കിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വേറൊരു പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്. അത് ഞങ്ങളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ആ ഒരു പദമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ കയ്യിലില്ല, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ. അത് എന്ത് ന്യായമാണ്? നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ മോൻ പോയി, പക്ഷേ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനായി എനിക്ക് ആരുടെയും പറയണ്ട. അതേസമയം റാമിനെ തേടി പോലീസിന്റെ വ്യാപക പരിശോധന. ആന്ധ്രയിലും കർണാടകയിലും ഉൾപ്പെടെ 16 കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കേസിൽ ഒന്നാം പ്രതിയാണ് റാം. രണ്ടാം പ്രതി സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുന്നിൽ ഹാജരായി മൊഴി നൽകി. 24 കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി VDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ജാമ്യാപേക്ഷയിൽ നിതിൻ രാജിനെതിരെയും ആരോപണമുണ്ട്. നിതിനെതിരെ ഹണി ട്രാപ്പ് കേസ് പരാതി ഉണ്ടായിരുന്നുവെന്നാണ് റാം പറയുന്നത്. പെൺകുട്ടി എന്ന വ്യാജേന പണം തട്ടാൻ ശ്രമിച്ച കേസിന്റെ ബാധ്യത നിതിനുണ്ടെന്നാണ് റാമിന്റെ വാദം. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഇതിൽ റാം ചില കാര്യങ്ങൾ നിതിനെതിരെ പറയുന്നുണ്ട്. അതിൽ പണം തട്ടാൻ, പെൺകുട്ടി എന്ന വ്യാജേന പണം തട്ടാനൊക്കെ ശ്രമിച്ചു എന്നുള്ള ആരോപണമൊക്കെ റാം ഉന്നയിക്കുന്നുണ്ടല്ലോ. അനൂപ്, സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് MK റാം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങളും
റാമിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിലൊന്ന് ഒരു ഹണി ട്രാപ്പ് കേസ് പരാതി നിതിനെതിരെ ഉണ്ടായിരുന്നു എന്ന് റാം പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ബാധ്യതകൾ നിതിനുണ്ടായിരുന്നു, ഒരു പക്ഷെ അതിനുവേണ്ടി ആയിരിക്കാം ലോൺ എടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം പോലീസ് കേസ് ഡയറിയിൽ തനിക്കെതിരെ തെളിവുകളില്ലെന്നും മാധ്യമ സമ്മർദ്ദം കാരണമാണ് തന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും മറ്റു ചില സമ്മർദ്ദവും പരാതി നൽകുന്നതിന് പിന്നിലുണ്ടെന്നും റാം ഈ ഹർജിയിൽ പറയുന്നുണ്ട്. റാമിന്റെ ഹർജി വെള്ളിയാഴ്ചയായിരിക്കും പരിഗണിക്കുക. നിലവിൽ കോടതി അവധിയാണ്. തിങ്കൾ വെള്ളി ദിവസങ്ങൾ, ബുധൻ വെള്ളി ദിവസങ്ങളിലൊക്കെയാണ് സിറ്റിംഗ് ഉള്ളത്. അപ്പോൾ വെള്ളിയാഴ്ചയായിരിക്കും പരിഗണിക്കുക. ഒരു നോട്ട് അറസ്റ്റ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ റാം ശ്രമിക്കുക. അതിനുശേഷമായിരിക്കും വിശദമായ വാദം ഹർജിയിൽ കേൾക്കുക, അതിലെ തീരുമാനത്തിലേക്കൊക്കെ പോകുക. അനൂപ്. യെസ്, നിതിൻ രാജിനെതിരെ ചില ആരോപണങ്ങളാണ് എന്തായാലും റാം ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങളൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ എന്ന് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സമ്മതിച്ച് ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസ് പ്രതി സജി. സഹോദരന്റെ മാനസിക പീഡനവും പിതൃത്വം ചോദ്യം ചെയ്തതുമാണ് പകയ്ക്ക് കാരണമെന്ന് സജി പോലീസിനോട് പറഞ്ഞു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സജിയെ നാട്ടുകാരും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് ഒളിവിൽ പോയ സജി വീടിന് സമീപത്തെ മലമുകളിൽ കഴിയുകയായിരുന്നു. പോലീസിന്റെയും നാട്ടുകാരുടെയും പരിശോധനകളെല്ലാം സജി കൃത്യമായി മനസ്സിലാക്കി. ഒടുവിൽ പിടിയിലാകുമെന്ന് ഉറപ്പിച്ചതോടെ മലയിറങ്ങി. രാവിലെ മുതൽ തന്നെ പോലീസും നാട്ടുകാരും ഡ്രോൺ ഉപയോഗിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടായിരുന്നു. ആ തെരച്ചിലിന് ശേഷം പോലീസ് എല്ലാം താഴെ ഭാഗത്തേക്ക് റോഡ് ഭാഗത്തേക്ക് വന്ന സമയത്ത് തന്നെ പ്രതി മലയിൽ നിന്ന് ഇറങ്ങി വരികയും അവിടെ ഒരു കടയിൽ വന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പോലീസ് വന്ന് അദ്ദേഹത്തെ പിടികൂടുകയാണ് ചെയ്തത്. മാതാവ് മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് സജി പോലീസിന് നൽകിയ മൊഴി. പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. 2018 കാണാതായ സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും പോലീസ് പുനരന്വേഷണം നടത്തും. 24 ഇടുക്കി. മലപ്പുറത്തു നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ് യാത്രക്കാരന് പരിക്ക്. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ നിന്നാണ് യാത്രക്കാരൻ തെറിച്ചു വീണത്. പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി വിഘ്നേഷിനെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിഖിൽ പ്രമേഷുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ വിഘ്നേഷിന്റെ സ്ഥിതി എങ്ങനെയാണ്? ആരോഗ്യനില എങ്ങനെയാണ്? അനൂപ്, ഇദ്ദേഹത്തിന് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ വെച്ചാണ് ഇയാൾ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണത്. എങ്ങനെയാണ് തെറിച്ചു വീണത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ആരോഗ്യനിലയല്ല ഇപ്പോൾ ഈ വിഘ്നേഷിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. താലൂക്ക് ആശുപത്രിയിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒരു യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണിട്ടുണ്ട് എന്നുള്ള സഹയാത്രക്കാരുടെ അവർ നൽകിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് വിഘ്നേഷിനെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് വളരെയധികം പരിക്കുകൾ പറ്റിക്കിടക്കുന്നതിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇവിടെ നിന്ന് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. യശ്വന്ത്പൂർ. മലപ്പുറം അങ്ങാടിപ്പുറത്ത് കർഷകനെ വൈദ്യുതി വേലിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിക്കുന്ന് സ്വദേശി അസീസാണ് മരിച്ചത്. പന്നിയെ തുരത്താൻ വെച്ച വൈദ്യുതി വേലിയിൽ തട്ടി ഷോക്കേറ്റതെന്നാണ് സംശയം. സമീപത്ത് പന്നിയുടെ ജഡം കണ്ടെത്തി. മൃതദേഹം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി ചർച്ചകളിൽ പരസ്യ പ്രസ്താവന KPCC നേതൃത്വം വിലക്കിയിട്ടും നേതാക്കൾക്കായി കോൺഗ്രസിൽ ഫ്ലെക്സ് പോര് തുടരുന്നു. VD സതീശിനെ നിയുക്ത മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. മലപ്പുറത്തിന് പിന്നാലെ കോഴിക്കോട് DCC ഓഫീസിന് സമീപത്തും സതീശിനായി ഫ്ലെക്സ് ഉയർന്നു. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ എന്ന് ഫ്ലെക്സിൽ. എറണാകുളം DCC ഓഫീസിന് എതിർവശത്ത് VD സതീശിനെ എതിർത്തും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. ഇതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നതിനിടയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം ചർച്ചയാകുന്നത്. മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. UDF അധികാരത്തിൽ വന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന മുസ്ലിം യോഗത്തിലെ ചർച്ചകളെ വിമർശിച്ച് CPM നേതാവ് AK ബാലൻ രംഗത്ത് വന്നു. ലീഗിലെ ചർച്ചകൾക്ക് മുന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് AK ബാലന്റെ വിമർശനം. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന വൃത്തികേടെന്ന് പറയുന്നത് എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും OPEC പ്ലസിൽ നിന്നും പിൻവാങ്ങി UAE. മെയ് 1 മുതൽ കൂട്ടായ്മയിൽ നിന്ന് മാറി
നടക്കാനാണ് തീരുമാനം. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് നീക്കം. വിയന്നയിൽ നിർണായക ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് UAEയുടെ പിന്മാറ്റം. ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യവും വിപണിയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളും കണക്കിലെടുത്താണ് UAEയുടെ പെട്ടെന്നുള്ള തീരുമാനം. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഒപെക് നിൽക്കാൻ തീരുമാനിച്ചതെന്ന് UAE ഊർജ്ജമന്ത്രി സുഹൈൽ അൽ മസ്റൂയി എക്സിൽ കുറിച്ചു. UAEയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഉത്തരവാദിത്തമുള്ള സുരക്ഷിതമായ നിലപാടുകൾ കൈക്കൊണ്ട് ആഗോള വിപണിയുടെ സ്ഥിരതയ്ക്കായി നിലകൊള്ളുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഹോർമുസിലും അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ എണ്ണയുൽപാദന മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഒപെക് വിടുന്നതെന്ന് UAE ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്വതന്ത്രമായ ഉത്പാദനവും വിതരണവും നേരത്തെ തന്നെ UAE ലക്ഷ്യമിട്ടിരുന്നു. സ്ഥാപക അംഗമായ ഇറാൻ ഉൾപ്പെടെ 12 രാജ്യങ്ങളാണ് ഒപെക്കിലുള്ളത്. അബുദാബി എമിറേറ്റ് 1967 മുതൽ ഒപെക്കിന്റെ ഭാഗമായിരുന്നു. പിന്നീട് UAE രൂപീകരിച്ചപ്പോൾ മുതൽ കൂട്ടായ്മ അംഗമാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിശാല കൂട്ടായ്മയാണ് ഒപെക് പ്ലസ്. നാളെ വിയന്നയിൽ നിർണായക ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള UAEയുടെ പിന്മാറ്റം. 24 ദുബായ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ അസാധാരണ ഗൾഫ് ഉച്ചകോടി. മേഖലയിലെ സുരക്ഷാ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിനായി സംയുക്ത തന്ത്രങ്ങൾ രൂപീകരിക്കാനാണ് യോഗം ചേർന്നത്. ജിദ്ദയിലെത്തിയ വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് സൗദി അറേബ്യ നൽകിയത്. പ്രാദേശികവും അന്തർദേശീയവുമായ സുപ്രധാന മാറ്റങ്ങൾക്കിടയിലാണ് ജിദ്ദയിൽ ഗൾഫ് നേതാക്കളുടെ ഉച്ചകോടി നടന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേരിട്ടാണ് ഈ അസാധാരണ ഉച്ചകോടിക്ക് നേതൃത്വം നൽകിയത്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ സബാഹ് എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. UAE പ്രതിനിധീകരിച്ച് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാഹിദ് അൽ നഹ്യാനും എത്തിയിരുന്നു. മേഖലയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത ഉച്ചകോടി ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടാൻ ഒരു ഏകീകൃത ഗൾഫ് തന്ത്രം ആവശ്യമാണെന്ന് വിലയിരുത്തി. സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനാവശ്യമായ ഏകോപനവും ചർച്ചയായി. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പുതിയ തലത്തിലേക്ക് എത്തിക്കാനും മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനുമുള്ള നിർണായക തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ കൈക്കൊണ്ടു. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും ചർച്ചകളിൽ പങ്കാളികളായി. ജിദ്ദ വിമാനത്താവളത്തിൽ സൗദി കിരീടാവകാശിയും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് അതിഥികളെ സ്വീകരിച്ചത്. 24 ജിദ്ദ. പശ്ചിമേഷ്യയെ കലുഷിതമാക്കിയ ഇറാൻ യുദ്ധം 2 മാസം പിന്നിടുമ്പോഴും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാനിലെത്തി. ഇറാൻ യുദ്ധം 2 മാസം പിന്നിടുമ്പോഴും സമാധാനം ഏറെ അകലെയാണെന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയെന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിച്ചാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാമെന്നും ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീട് ആകാമെന്നുമാണ് യുദ്ധം നിർത്താനുള്ള നിർദ്ദേശങ്ങളായി ഇറാൻ മുന്നോട്ട് വെച്ചത്. യുദ്ധം പുനരാരംഭിക്കില്ലെന്ന ഉറപ്പും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആണവ പദ്ധതിയിൽ തീരുമാനമെടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ പരാജയമായി വിലയിരുത്തപ്പെടും എന്നതിനാലാണ് അമേരിക്ക അതിന് വഴങ്ങാത്തത്. അതിനിടെ റഷ്യയിൽ ഇന്നലെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്നു രാവിലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാനിലെത്തി. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഇത് 3ാം തവണയാണ് അരാഗ്ചി പാകിസ്ഥാനിലെത്തുന്നത്. അതിനിടെ ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് അമേരിക്ക. ഇറാനിയൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോളതലത്തിൽ വൻ ഭക്ഷ്യ ഇന്ധനക്ഷാമത്തിന് കാരണമാകുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വ്യക്തമാക്കി. അതിനിടെ ഏപ്രിൽ 16 നിലവിൽ വന്ന വെടിനിർത്തലിനു ശേഷം ലെബനോണിൽ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40 ഇന്റർനാഷണൽ ഡെസ്ക് 24. BJPയിൽ ചേർന്ന രാജ്യസഭാ എംപിമാർക്ക് എതിരെ പ്രതിഷേധം കടുപ്പിച്ച ആം ആദ്മി പാർട്ടി. എംപിമാരുടെ വസതിക്ക് മുന്നിൽ വഞ്ചകരെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രവർത്തകർ പ്രതിഷേധിച്ചു. കൂറുമാറിയ എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. BJP
BJPയിൽ ചേർന്ന എംപിമാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി സന്ദീപ് പഥക്, രാഘവ് ചഡ്ഡ എന്നിവരുടെ വസതികളിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി. വീടിന്റെ ചുവരുകളിൽ വഞ്ചകനെന്ന് പ്രവർത്തകർ എഴുതിവെച്ചു. ചട്ടങ്ങൾ ലംഘിച്ചാണ് ലയനം അംഗീകരിച്ചത് എന്നാണ് പാർട്ടിയുടെ ആരോപണം. जब ओरिजिनल पॉलिटिकल पार्टी मर्ज करती है, उस मर्जर के लिए 2/3 लेजिस्लेटिव पार्टी की भी आवश्यकता होती है, लेकिन एंटी डिफेक्शन लॉज के तहत कहीं पर भी इस देश के संविधान में प्रावधान नहीं है. എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെയും ഉടൻ ആം ആദ്മി പാർട്ടി സമീപിക്കും. അതിനിടെ പാർട്ടി വിട്ട സ്വാതി മാലിവാൾ ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിച്ചു. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ 2 ലോക്സഭാ എംപിമാർ ഉടൻ പാർട്ടി വിടുമെന്ന അവകാശവാദവുമായി ശിരോമണി അകാലിദൾ രംഗത്തുവന്നു. പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് തടയാൻ നേതാക്കളുമായി അരവിന്ദ് കെജ്രിവാൾ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. 24 ഡൽഹി.